അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആന പറയുക ഫരിഹൂ ബിൽ ഹയാത്തി ദുനിയാ, ആളുകൾ ദുനിയാവിലെ ജീവിതം കൊണ്ടാണ് സന്തോഷം കൊള്ളുന്നത്. ദുനിയാവിലെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. വമൽ ഹയാത്തു ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ മതാൾ. പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവ് ചെറിയൊരു ചരക്ക്. നമ്മൾ ജീവിക്കാൻ പോകുന്ന നാളത്തെ ജീവിതത്തെ അപേക്ഷിച്ച് ഈ ദുനിയാവ് വളരെ ചെറു. അണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഒരു അനുസ്മരണ പരിപാടി മലപ്പുറത്ത് സുന്നി മഹല്ല മലപ്പുറത്ത് വാര്യംകുന്നത്തെ ഹാളിൽ സംഘടിപ്പിച്ചു. ഞാൻ ഇപ്പോഴും ഓർക്കാം. ആ വാര്യംകുന്നത്തെ ഹാളിൽ അതിങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ ചെറുശ്ശേരി ഉസ്താദ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. ആ ദുആയിലൊക്കെ പങ്കെടുത്ത ഒരാൾ എല്ലാവരും എഴുന്നേറ്റു. പരിപാടി കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരാൾ സീറ്റിൽ, എന്താ കാര്യം, അയാൾ ആ സീറ്റിൽ ഇരുന്ന് മരിച്ചിട്ടുണ്ട്. ആ സീറ്റിൽ നിന്ന് മരിച്ചിട്ടുണ്ട്. ആ സദസ്സിലേക്ക് എല്ലാവരെ പോലെ കടന്നു വന്ന ഒരു മനുഷ്യൻ അവിടെ മൗലിദിൽ പങ്കെടുത്ത്, സ്വലാത്തിൽ പങ്കെടുത്ത്, പ്രസംഗം കേട്ട് ദുആയിൽ പങ്കെടുത്ത ആൾ സീറ്റിൽ ഇരുന്നാണ് മരിച്ചു. നല്ല മരണമാണ്. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്ക്, വീട്ടിൽ നിന്ന് നടന്നു വന്ന് സീറ്റിൽ ഇരുന്ന ഒരാള്, ഉമ്മത്തോട് സ്വദേശിയായ മനുഷ്യൻ അവിടെ ഇരുന്ന് മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ശ്വാസം എഴുന്നേറ്റ് പോകും. നമുക്ക് വല്ല ഉറപ്പുണ്ടോ? ഒറ്റ പ്രാർത്ഥന മാത്രം മതി, പടച്ച റബ്ബ് നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. നല്ലൊരു ജീവിതത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ ജീവിതം വളരെ ചെറുതാണ്. എത്ര വട്ടം ആവർത്തിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ. ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ. ദുനിയാവിലെ ഈ ജീവിതം ചെറിയൊരു ചരക്കാണ്. ദുന്യവിയായ ജീവിതം വളരെ ചെറുത്. ഇത് വളരെ നമുക്കത് തലേ കയറാനുള്ള പിന്നെ ഖുർആൻ പറയുന്നത്. ഒരിക്കലല്ല ഖുർആൻ പറഞ്ഞത്, ഒരു തവണയല്ല ഖുർആൻ പലതവണ പറഞ്ഞു, പല രീതിയിൽ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പിന്നെയും മതാഉൽ ഹയാത്തി ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. ദുനിയാവിലെ ജീവിതം ആഖിറത്തിനെ അപേക്ഷിച്ചുകൊണ്ട് വളരെ ചെറുതാണെന്ന് ഖുർആൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്ന് പരിശോധിച്ചു. എന്തിനാ പിന്നെയും പടച്ച റബ്ബ് ആവർത്തിച്ച് പറയുന്നത്? നമ്മുടെ തലയിൽ അത് കയറൂല. നമ്മളതൊക്കെ പറഞ്ഞാലും ശരി, ഒരാളെ മയ്യത്ത് കബറടക്കി പോന്നാൽ നമ്മുടെ മനസ്സ് മാറി. മരിച്ചിങ്ങനെ കിടക്കുമ്പോൾ ഒരു അപകടം ഉണ്ടായാലേ മരിച്ചു, അപ്പൊ നമ്മുടെ മനസ്സൊക്കെ ഒന്നിങ്ങനെ കുറച്ചോ നമ്മൾ മരിച്ചു പോകാനുള്ള ആളോ എന്നിങ്ങനെ ചിന്തിച്ച് പള്ളിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കും. അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞാൽ നമ്മളിത് കഴിഞ്ഞു. പള്ളിയിൽ കൊണ്ടുവന്ന് വെക്കും മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ കണക്കൊക്കെ പറഞ്ഞിട്ട് പറയും മയ്യത്ത് ഇന്നാലിന്ന ആളോട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇന്നാളിനാളാ മരിച്ചിട്ടുള്ളത്, ആരോടെങ്കിലും എന്തൊക്കെ പൊറുക്കണം, കടങ്ങളൊക്കെ ഇന്നാളെ ഏറ്റെടുത്തിരിക്കുന്നു, ഇന്ന മോനെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ ഈടെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ രസകരമായ സംഭവം കേട്ടു. ഇങ്ങനെ കടമൊക്കെ ഏറ്റെടുത്ത ഒരു കുട്ടി എല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞ ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരാൾ പൈസ കിട്ടാനുള്ള ഒരാൾ ഈ കുട്ടിയോട് ചെന്ന് ചോദിച്ചു, മോനെ ബാപ്പ മരിച്ചു, ഇത്ര പൈസ തരാണ്ടിരുന്നല്ലോ. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, നിങ്ങൾ എന്താ മനുഷ്യൻ അടങ്ങാറാക്കുന്നത്? എല്ലാ മയ്യത്തും പള്ളി കൊണ്ടുവന്നിരിക്കുമ്പോൾ ഉസ്താദ് സാധാരണ പറഞ്ഞ വർത്താനല്ലേ, അത് കൊടുക്കാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ആ ഒരു അവസ്ഥ വരെ നമ്മുടെ സമൂഹത്തിൽ നിത്യം നടപ്പായി. അതൊരു വിഷയമല്ല. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് ഒരു സംഭവമല്ലാതായി മാറി. ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ച് നമ്മൾ അങ്ങനെ കാഴ്ചപ്പാടില്ല. നമുക്ക് ഈ ജീവിതമാണ് ജീവിതം എന്ന് നമ്മുടെ മനസ്സിനോട് ഉറച്ചിരിക്കുക. നമുക്കത് മാറുന്നില്ല. അവിടെയാണ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ ജീവിതമല്ല ജീവിതം എന്ന് നമ്മുടെ മനസ്സിന് ശരിക്കും അങ്ങോട്ട് പറിച്ചു എറിയാൻ വേണ്ടി ആ ഖുർആൻ ആവർത്തിച്ച് പിന്നെയും അത് പറഞ്ഞത്. നമ്മുടെ ജീവിതം അറ്റമില്ലാത്തൊരു ജീവിതം നമുക്ക് വരാൻ പോവാ. ആ ജീവിതത്തിന് അവസാനമില്ല. അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ വമ്പിച്ച പരാജയമായിരിക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വമാ ഹാദിഹി ദുനിയാ ഇല്ലാ ലഹുവൻ വലഇബുൻ വ ഇന്നദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ വ ഇന്നദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ. എന്താണ് വാക്കിന്റെ അർത്ഥം? വ ഇന്നദ്ദാറൽ ആഖിറത പരലോകമാകുന്നു, ലഹിയ അത് തന്നെയാകുന്നു, അൽ ഹയവാൻ സജീവമായി നിൽക്കുന്നത്. ലൗ കാനൂ യഅലമൂൻ, നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ചിന്തിച്ചു കൊള്ളുക. വമാ ഹാദിഹി ദുനിയാ ഇല്ലാ ലഹുവൻ വലഇബുൻ. ഇതൊരു കളി തമാശയായിട്ട് പോകും കൂട്ടരെ. എത്ര വട്ടാ ഖുർആൻ അത് പറഞ്ഞത്? ഒരു തവണയല്ല, രണ്ട് തവണയല്ല, പലതവണയാ പറഞ്ഞത്. എന്താ അങ്ങനെ? ഒരു കാര്യം ഖുർആൻ ആവർത്തിച്ച് പല ആയത്തുകളിൽ പല രീതിയിലാണ് പറഞ്ഞത്. ഒരിക്കൽ പറഞ്ഞു ദുനിയാവിലെ ജീവിതത്തെക്കാൾ ആഖിറത്തിലെ ജീവിതമാണ് മുത്തഖീങ്ങൾക്ക് നല്ലത്. പിന്നെ പറഞ്ഞു ആഖിറത്തിലെ ജീവിതം ദുനിയാവിനെ അപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും വലുതാണ്, ഇത് ചെറുതാണ്. പിന്നെ പറഞ്ഞു ആഖിറം സജീവമാണ്, ഇവിടെ വെറും കളി തമാശയുള്ളൂ. ഇതൊക്കെ പലതരത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്തിനാ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പരലോക ജീവിതത്തെ കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ആ പരലോക ജീവിതത്തിന്റെ ബോധം നമ്മളെ കൽബിലേക്കാണ് കയറിയാലോ, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് കേട്ടില്ലേ? ആ മഹാൻ രാജ്യം ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം തോന്നി, പഠിച്ചോനെ ഈ രാജ്യം ഭരിച്ചിട്ട് ഈ ദുനിയാവ് ഇങ്ങനെ നോക്കി നടത്തലൊക്കെ ശരി തന്നെയാണ്, പക്ഷേ പരലോകമാണല്ലോ നല്ലത്. നല്ല ഭരണം നടത്തിയ നല്ല സുൽത്താന് പരലോകത്ത് ഉന്നത സ്ഥാനമുണ്ട്, ശരിയാണ്. ഭരണം നടത്തണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. എല്ലാവരും അങ്ങനെ പോകണമെന്നല്ല. പക്ഷെ മഹാനവകൾ ചിന്തിച്ച് പഠിച്ചോനെ എന്റെ കയ്യിൽ വല്ല തെറ്റും വന്നാൽ ഈ ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഞാൻ പടച്ചറപ്പിനോട് വലിയ സമാധാനം പറയേണ്ടി വരും. ഈ ദുനിയാവിലെ ചെറിയ ജീവിതത്തിന് വേണ്ടി നാളെ സമാധാനം പറഞ്ഞ് പരലോകം നശിപ്പിക്കാൻ ഞാനില്ല. രാജഭരണം വേണ്ട, രാജ്യം വെച്ചു. രാജഭരണം വേറെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് മൂപ്പര് ഇറങ്ങിയാണ് നടന്നു. എന്നിട്ട് സാധുക്കൾക്ക് ഖിദ്മത്തെടുക്കാൻ പള്ളികളിൽ പോയി രാത്രി ഹയാത്താക്കി നിസ്കരിക്കാൻ ജീവിതം അദ്ദേഹം അന്നാ തുടങ്ങുന്നത്.
ജീവിതം തുടങ്ങിയ സമയത്ത് അദ്ദേഹം ഒരു പള്ളിയിൽ രാത്രി കോരിച്ചൊരിയുന്ന മഴയത്ത് തണുത്ത് വിറച്ചിങ്ങനെ ഇരിക്കുകയാണ്. ആ തണുത്ത് വിറച്ചിങ്ങനെ ഇരുന്ന് ദിക്റ് ചൊല്ലി നിസ്കരിച്ച് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് രാത്രി ഒരു പള്ളിയിൽ ഇരിക്കുമ്പോൾ താരീഖിന്റെ കിതാബിൽ കാണാം, ഒരാൾ ചെന്ന് ചോദിച്ചു, മഹാനവറുകളെ കണ്ടുമുട്ടിയൊക്കെ പറഞ്ഞു, നിങ്ങളെ അവസ്ഥ എന്താന്ന് ചോദിച്ചു. നിങ്ങളെ അവസ്ഥ എന്താ? നിങ്ങൾ രാജ്യമൊക്കെ ഭരിച്ച സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് രാജകീയ പദവിയും പ്രൗഢിയും ഉണ്ടായിരുന്ന നിങ്ങൾ ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് വിജനമായ സ്ഥലത്ത് ഒഴിഞ്ഞിരുന്നു കൊണ്ട് പടച്ചറപ്പിനെ ആരാധിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്താ ഇപ്പൊ നിങ്ങളെ അവസ്ഥ? ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു മറുപടി ഉണ്ട് താരീഖിൽ. അതാ വേണ്ട. മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളെ പറഞ്ഞൊരു മറുപടി, നഹ്നു ഫീ ലദ്ദത്തിൻ. നെഹ്റു ഞങ്ങൾ ഞാൻ എന്നല്ല അദ്ദേഹം പറഞ്ഞു. ഒരു പക്ഷേ അദ്ദേഹം ആ ഗണത്തിൽപ്പെട്ടവരെ മുഴുവൻ ഉദ്ദേശിച്ച് പറഞ്ഞായിരിക്കാം നഹ്നു ഫീ ലദ്ദത്തിൻ. ഇപ്പൊ ഒരു വല്ലാത്ത ലദ്ദത്തിന് രസം. രസം ഇപ്പോൾ ഒരു രസം എന്താ നിങ്ങൾക്കറിയാം? എന്താണ് ആ രസം? ഈ രസത്തെ കുറിച്ചല്ലോ അറഫഹുൽ മുലൂക്ക്. ഞാൻ ഇപ്പൊ അനുഭവിക്കുന്ന മനസ്സിന്റെ സുഖത്തെ കുറിച്ച് രാജാക്കന്മാരെങ്ങാനും അറിഞ്ഞാൽ കാത്തലൂന അവര് ഞങ്ങളോട് സമരത്തിന് വരും. അവര് സമരത്തിന് വരും. ഈ സുഖം തട്ടിപ്പറിക്കാൻ വേണ്ടി അവർ സമരത്തിന് വരും. പറഞ്ഞ വാക്കുന്നു ആരെ പറയുന്നത്? രാജാവായി ഭരിച്ച് പരിചയമുള്ള ഞാനൊരു രാജകൊട്ടാരത്തിൽ ഇരുന്ന് ഭരിച്ച ആളാണ്. ഒരു രാജാവിന് എന്റെ ഈ സന്തോഷം ഇല്ല. ഈ സന്തോഷം ഇപ്പൊ രാജാവിന് കിട്ടാൻ വേണ്ടി ഇത് അറിഞ്ഞാൽ സമരം ചെയ്യാൻ വരുന്നവർ. അപ്പൊ നോക്ക് നിങ്ങൾ, ഭരണത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടാത്ത സുഖം എന്തുകൊണ്ട് കിട്ടിയപ്പോ? പരലോകമാണ് ജീവിതം തിരിച്ചറിഞ്ഞപ്പോ കിട്ടി. പരലോകമാണ് ജീവിതം എന്ന് തിരിച്ചറിഞ്ഞപ്പോ കിട്ടി. ജീവിതം മറ്റതാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു മാറ്റം വരും. അപ്പൊ നമുക്ക് ദുനിയാവിലെ കുറവുകളൊന്നും കുറവായിട്ട് തോന്നില്ല. ദുനിയാവിലെ ഇല്ലായ്മകളൊന്നും നമുക്ക് ഇല്ലായ്മയായി തോന്നൂല. അപ്പൊ നമ്മുടെ മനസ്സിൽ ആദ്യം ഒരു ഖനാഅത്ത്. അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വഭാവമാണ് ഖനാഅത്ത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. മനുഷ്യന് പൊതുവെ മനുഷ്യന്റെ സ്വഭാവം അലച്ചയാണ്, ഹിർസ്. ഹിർസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ചെറുപ്പത്തിലേ ഉണ്ട്. തസൗഫിന്റെ കിതാബിലൊക്കെ കാണാം, ഒരു കുട്ടി ജനിച്ചു വീഴുന്ന സമയത്ത് കൈ ഇങ്ങനെ പിടിക്കുന്ന, കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ കുട്ടി ജനിക്കുക. പിന്നെ മരിക്കുമ്പോൾ അങ്ങനെ നിർത്തി പിടിച്ച് പോകുന്ന പറയും. ആ മനുഷ്യൻ നിർത്തി കൊടുക്കണം, ഇല്ലെങ്കിൽ അപ്പോഴും ചുറ്റി കൂട്ടി പിടിക്കും. ഒരു മനുഷ്യൻ ശരിക്കും ജനിക്കുമ്പോൾ അങ്ങനെ അമ്മമാർക്കൊക്കെ അറിയാലോ, കുട്ടികൾ ജനിക്കുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കുക. കരയുമ്പോഴൊക്കെ അങ്ങനെ ചെറിയ കുട്ടി ജനിച്ച അങ്ങനെ പിടിക്കുള്ളൂ, നിർത്തി പിടിക്കില്ല. എന്താ? ദലീലുൻ അലാ ഹിർസിൽ മുറക്കബ്, നിരന്തരമായ അലച്ച. ഈ ദുനിയാവ് മുഴുവൻ എനിക്ക് കയ്യിൽ ഒതുക്കണം എന്നാ മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ കരുതണം. അവന്റെ മനസ്സിലങ്ങനെയാണ്. അവൻ ജനിക്കുന്ന സമയത്ത് തന്നെ അവന്റെ മനസ്സിന്റെ മോഹത, പടച്ചോനെ ദുനിയാവൊക്കെ എനിക്ക് കയ്യിലാക്കണം. ഈ മോഹമായിട്ടാണ് ഞാനും നിങ്ങളൊക്കെ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത്. എന്നാൽ തിരിച്ചു പോകുമ്പോഴോ മരിക്കുന്ന സമയത്ത് ഇങ്ങനെ നീർത്തി പിടിക്കുന്നുണ്ടല്ലോ, അതിൽ ഒരു ഇഷാറത്തിന്റെ സൂചന ഉണ്ട്. അലാ തൻദുറൂനി, എന്നെ കാണുന്നില്ലേ നിങ്ങൾ? അലാ തൻദുറൂനി, നിങ്ങൾ കാണുന്നില്ലേ? ഖദ് ഖറജ്തു, ഞാനിതാ പുറപ്പെട്ടു പോകുന്നു പരലോകത്തേക്ക്, ബിലാ ഷൈഇൻ, ഒന്നുമില്ലാതെ.